കേരളം ഒരുപാട് മാറിയല്ലേ ഭായ്? നീ പോയ 10 കൊല്ലത്തിനുള്ളിൽ ലോകം തന്നെ മാറിയില്ലേ? ബെർലിൻ മതിലും സോവിയറ്റ് യൂണിയനും ഒക്കെ ഇല്ലാണ്ടായില്ലേ? നമ്മുടെ നാട്ടിലാണെങ്കിൽ പള്ളി പൊളിക്കലും പള്ളി പണിയലും വർഗീയതയും എന്തെല്ലാം മാറ്റങ്ങൾ. നീ പോകുന്ന കാലത്ത് നമ്മുടെ യുവാക്കൾക്ക് കലക്കൻ സ്വപ്നങ്ങളുണ്ടായിരുന്നു. മാർക്സിനും മാവോനും കാണണ്ട് നമുക്ക് റോട്ടിലൂടെ പോകാൻ പറ്റിയിരുന്നോ? അവരായിരുന്നു താരങ്ങൾ. ഇതപ്പൊ കണ്ടില്ലേ? കേരളത്തിലിപ്പോ ഇദ്ദേഹമാണ് യുവാക്കളുടെ താരം, മംഗലശ്ശേരി നീലകണ്ഠൻ. അഭിനവന്മാരും കുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ നല്ല കൊഴുത്ത കാളകുട്ടിയെ വെട്ടി ആഘോഷിപ്പിൻ എന്നാണ് കേട്ടാ. താൻ പറഞ്ഞു എന്ത് തോന്നിയാസം പറയാം. ഞാനിപ്പോ ഞാൻ എന്നിട്ട് പറഞ്ഞേ ഞങ്ങള് വേദപുസ്തകങ്ങളാണ്. താൻ ധ്യാനം കൂടാൻ പോയതിനു ശേഷം ഒരു വകതിരിവില്ലാതായി. അന്ന് ഞാൻ പറഞ്ഞാ പോണ്ടാന്ന്. താനിവിടെ കറങ്ങി തിരിയാതെ അടുക്കളയിലേക്ക് ചെല്ലേ. തന്റെ വേദപുസ്തകത്തിൽ പറഞ്ഞ കൊഴുത്ത കാളക്കുട്ടിയൊന്നും ഇവിടെ ഇല്ല. എന്തെങ്കിലുമൊക്കെ ജാനമ്മ ശരിയാക്കുന്നുണ്ടാവും. ഒന്ന് പോയി സഹായിക്കാം. ജാനമ്മനെ സഹായിക്കാനല്ലേ ഞാൻ ഈ ഫുഡ് ഒന്ന് പട്ടികൾക്ക് കൊടുക്കട്ടെ. എന്നിട്ട് പോട്ടാ. ഇന്നതാ തന്റെ പിറന്നാളാണോ? പട്ടികൾ തിന്നണോ നോക്കിയിട്ട് തന്റെ അപ്പനെ കൊടുക്കുന്ന ദിവസം നല്ലൊരു സൈറ്റ് അപ്പനെ വിളിക്കേ. എന്നാ ഞാനായിട്ട് പറയട്ടെ, ഇത് പിറന്നാളെന്താ നമ്മുടെ സിദ്ധുമ വരുന്ന ദിവസത്തേക്ക് പിറന്നാള്. അപ്പനെ വിളിച്ച് കളിക്കുക. ബൈബിളിലൊരു വാക്യം കൊണ്ട് പറ്റി അപ്പനെ വിളിക്കുക. പൈസ കാലത്ത് പറ്റി അടക്കഞ്ഞായിരുന്നു. നിന്നാലെങ്ങനെയാ? കുളിച്ചൊല്ലും കഴിക്കണ്ടേ? അച്ഛനെ ആജീവനാന്തം ഏകാന്ത തടവിലേക്ക് വലിച്ചെറിഞ്ഞ് പടിയിറങ്ങി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. ഒരു മകന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കേവലമായൊരു പായക്കടലാസിലൊതുക്കി നിഷ്ക്രമിച്ചപ്പോൾ അച്ഛനുണ്ടായ വേദനയുടെ ആഴമളക്കാൻ അന്ന് എനിക്കായില്ല. എന്നോട് ക്ഷമിക്കൂ അച്ഛ. ഐ ഫെയിൽഡ് ടു റീഡ് യു. ഇനി എന്താ തന്റെ പരിപാടി? ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നോ അതോ അധ്യാപകനാകുന്നോ? ഒരു നല്ല വിദ്യാർത്ഥിയാകണമെന്നാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിച്ച കൊതി തീരാത്തൊരു വിദ്യാർത്ഥി. കുട്ടിയില്ല ജനിക്കുന്ന നേരത്തും കുട്ടിയില്ല മരിക്കുന്ന നേരത്തും മദ്യമിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അങ്ങനെയാണ്. ശരി. വിളക്ക് കത്തിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതിനായി തണ്ടും മേലല്ലോ വെക്കേണ്ടത്, പറക്കകത്തല്ല. എത്തി ബൈബിൾ വചനം. ദേവസ്യേട്ടാ, ധ്യാനത്തിന് പോയത് കുടി നിർത്താനല്ലേ? കുടിയാണെങ്കിൽ നിർത്തിയില്ല, നാക്കെടുത്ത് ഒടുക്കത്തെ ബൈബിളും. 2 ആഴ്ചത്തെ ധ്യാനം കൂടിയപ്പോ കുടിയൊന്നും ഉണ്ടായിട്ടില്ലാട്ടാ. അവസാനം നമ്മളെ പട്ടിപ്പറമ്പിലെ അച്ഛന്റെ സുവിശേഷം കേട്ടപ്പോ ആകെ കൊണ്ടൊരു ടെൻഷനായി. ടെൻഷനാ? മര്യാദയ്ക്ക് പറയേണ്ടത് ദേവസ്യേട്ടാ. നമ്മളെ
യേശുവിന്റെ കുരിശാരാണ് അന്ത്യനാളുകള്. അങ്ങേര് പറയുന്നു കേട്ടപ്പോണ്ടല്ലോ, കണ്ണു പറഞ്ഞുപോയി. വെറും 30 ഉറുപ്പിക്ക് വേണ്ടിട്ടടാ ആ പാവത്തിന് ആ തെണ്ടി യൂദാസ് ഒറ്റിക്കൊടുത്ത് കുരിശ് മറിച്ചത്. ഓർക്കപ്പെട്ടല്ലോ, കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ യേശുവിന്റെ കാര്യം ഓർത്തും കുടിക്കാൻ ഒരാളുണ്ട്. കുടി ശീലിച്ചവർക്ക് കുടിക്കാൻ ഓരോരോ കാരണങ്ങൾ വേണം. എന്തിട്ടാണ് നീ വന്നിട്ട് തുടങ്ങാന്ന് ഞങ്ങള് വിചാരിച്ചതാ. പക്ഷേ ഈ ഉണക്കമീൻ തലക്കി വെച്ചിട്ട് പൂച്ച എത്ര നേരം വെച്ചിട്ട് കാത്തിരിക്കുക. പൂച്ചയുടെ വിഷമം പൂച്ചയ്ക്ക് കഴിച്ചോ, ഞാൻ കഴിക്കാറില്ല. അത് വേണ്ടോ ചേട്ടനോട്. അവിടുത്തെ ഇടി വെട്ടുന്ന മഞ്ഞത്ത് കിടന്നിട്ട് നീ കുടിക്കില്ല എന്ന് പറഞ്ഞ എന്തപ്പോ ഹിമാലയത്തിന് ഒരു വിലയില്ലേ? ഹിമാലയത്തിന് പച്ചക്കഞ്ചാവിന്റെ ഗന്ധാണ്. അപ്പൊ നീ പുല്ലുമലാവൂലേ? ഇപ്പൊ കിട്ടി. ദേവസ്വരൻ എന്തെങ്കിലും ലഹരിക്ക് അടിമയാക്കിയാൽ മതിയാവുള്ളൂ അല്ലേ? ഞാൻ ഒരു ലഹരിക്ക് അടിമയല്ല. ജീവിതത്തിന്റെ സ്വാഭാവിക ലഹരി മതി എനിക്ക് ജീവിക്കാൻ. ദേവസ്വയുടെ 2 എണ്ണം അടിക്കുമ്പോഴേക്കും വളവളാവുന്നാവും, പിന്നെ തൂട്ടിട്ട് വലിക്കലാവും. ദേവസ്വയുടെ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. അതിപ്പോ നിങ്ങൾ സംസാരിച്ചോ? അതിനിപ്പോ തൊട്ട് ഞാൻ പോണ്. ഞാൻ ഇവിടെ കുഴിച്ചിട്ട പോലെ ഇരുന്നോളാം. രക്ഷമുണ്ടല്ലോ. അപ്പോഴേക്കും പിണങ്ങിയ ദേവസ്വരന് കേൾക്കാൻ പാടില്ലാത്ത ഒന്നും ഞങ്ങൾക്കില്ല. എന്റെ അമ്മ പോയപ്പോ നീ തോളത്തിരുന്നല്ലേ ഞാൻ വളർന്നേ. സെന്റിമെന്റ് എനിക്ക് ഈ സെന്റിമെന്റ് കേട്ടാലുണ്ടല്ലോ പക്ഷെ കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ബാഹ്യം ഈ ശീലം തുടങ്ങിയ അതെ, ഈ എല്ലില്ലാത്ത ഇറച്ചി ഇഷ്ടപ്പെടുക പല്ലില്ലാണ്ടാവുമ്പോഴാ അല്ലേ? ദേവസ്വരം പറഞ്ഞ പോലെയൊന്നുമല്ല, പലപ്പോഴും ചില ദുർബല നിമിഷങ്ങളിൽ. അങ്ങനെയല്ല കേട്ടാ, എപ്പോഴും നോക്കിയാലും ദുർബലത വിട്ട. ഇത് നേരെയല്ല. എന്തായി അമാനുഷികനാവാനുള്ള യാത്ര? 8 സ്ഥിതികളും കിട്ടിയോ? അതൊരു വലിയ കഥയാ. ഈ നാട് വിട്ട് ചെന്നിറങ്ങിയത് ഭാരതത്തിന്റെ തപോവന